നമ്മുടെ തമിഴ്നാട്ടിൽ വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി വന്നിട്ട് നമുക്ക് വോക്സ്വാഗന്റെ ബന്ധമാണ് കേട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. നമ്മളെ ചാനലൊക്കെ ആദ്യത്തെ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒരു വണ്ടി വന്നത് 2015 മോഡലാണ് നമുക്ക് വന്നിട്ടുള്ള വണ്ടി. അപ്പോൾ കുറച്ച് അപ്ഡേഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കിയാലോ. നിലവില് നമ്മളെ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഒരു നമുക്ക് പെയിന്റിങ് കുറച്ച് കഴിഞ്ഞൊരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ നിലവിൽ നമ്മൾ അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ലുക്ക് നോക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഇതിന്റെ ഹെഡ്ലാമ്പാണ്. ഹെഡ്ലാമ്പ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിലവിലെ ലോഗോ നമുക്ക് ക്രോം ആണ്, നമ്മൾ ഡീക്രോം ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നമ്പർ പ്ലേറ്റ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട്. പിന്നെ വണ്ടി കംപ്ലീറ്റ് ഒന്നുകൂടി ഡീറ്റെയിൽ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് സൈഡിൽ നോക്കുമ്പോൾ നമുക്കിതിന് സ്റ്റോക്ക് അലോയ്സ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഇതിന്റെ അലോയ്സ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യും. സൈഡ് പോർഷനിൽ നോക്കുമ്പോൾ നമുക്ക് നിലവിലൊരു 15 ഇഞ്ച് അലോയ്സ് ഇതിൽ ഓടി ഉണ്ട്. പക്ഷേ നമുക്ക് സ്റ്റോക്ക് അലോയ്സ് ആണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ മാറ്റി ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് ആഡ് ചെയ്യും. പിന്നീട് നമ്മൾ നോക്കാപ്പ് ചിലപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ചാൻസ് ഉണ്ട് മേ ബി. അതേപോലെ തന്നെ നമ്മൾ വേറെ കാര്യം നോക്കുമ്പോൾ ഇതിന്റെ വെതർഷിപ്പ് നമ്മളോട് അപ്ഡേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലപ്പോൾ നമുക്ക് വെതർഷിപ്പും അപ്ഡേറ്റ് ചെയ്യും. അതുപോലെ നോക്കുമ്പോൾ നമുക്ക് ഒരു ബൂട്ട് സ്പെയർ, ഒരു ചെറിയ സിമ്പിൾ ബൂട്ട് സ്പെയർ നമുക്ക് ആഡ് ചെയ്യണം. അതുപോലെ ബാക്ക് നമുക്ക് എഴുതിയ സ്റ്റിക്കറാണ് നമുക്ക് മാറ്റിയിട്ട് ബേസ് ബാക്ക് ചെയ്യണം. അതുപോലെ പുറകിൽ വരുന്ന ഇതിൽ റിഫ്ലക്ടർ കാര്യങ്ങളും ഷോർട്ടിക്കും കാര്യങ്ങളും ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പൊ ഞാൻ പറഞ്ഞതൊക്കെ നമുക്ക് ഔട്ട്സൈഡിൽ ഇരുന്ന് മാറ്റണം. പക്ഷെ ഇതിന്റെ ഇൻസൈഡിൽ നമുക്ക് കുറച്ചധികം അപ്ഡേഷൻസും കൂടെ ചെയ്യാനുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇൻസൈഡിൽ നമ്മൾ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സിസ്റ്റം ഇതിൽ നിന്ന് മാറ്റാനുണ്ട്. കാരണം ഇത് നമുക്ക് മാറ്റി ഡാമിംഗ് 2K അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡിന്റെ ഒരു സിസ്റ്റം ചെയ്യാനുണ്ട്. അതേപോലെ നമുക്ക് ഡാമ്പിംഗ് ആണ്. ഈ വണ്ടിന്റെ 4 ഡോർ വിത്ത് ഡിക്കി കംപ്ലീറ്റ് നമുക്ക് ഡാമ്പിംഗ് ചെയ്യാനുണ്ട്. നിലവിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ വണ്ടിയിൽ ചെയ്യാനുള്ള മാറ്റങ്ങൾ മെയിൻലി നോക്കുമ്പോൾ നമ്മൾ ഹെഡ്ലാമ്പാണ്. അതേപോലെ തന്നെ സ്പോയിലർ, അതേപോലെ റിഫ്ലക്ടർ, അതേപോലെ കുറച്ച് പോർഷൻസ് ഡീക്രോം നമ്മുടെ ചെയ്യാനുണ്ട്. പിന്നെ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ നമുക്ക് ആൻഡ്രോയിഡ് ഡയമണ്ട് ഒക്കെ ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് നമുക്ക് ഡാമ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പൊ എന്തായാലും നമ്മൾ വർക്കൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാലോ. ഫൈനലി നമ്മളെ വോക്സ്വാഗൻ ബെൻഡോന്റെ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ പണ്ടുണ്ടായിരുന്ന കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്തൊക്കെ ചെയ്തെന്നുള്ള ഡീറ്റെയിൽ ഇതൊന്ന് നോക്കിയാലോ. ഫസ്റ്റ് ലുക്കില് നമ്മൾ ചെയ്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഫ്രണ്ട് ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് ഹെഡ്ലാമ്പ് യൂണിറ്റ് അത്യാവശ്യമുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ദിനം ലോബിമിൽ നമുക്ക് ബൾബ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. ഹൈബീമിൽ ബൾബ് LED ഇൻക്ലൂഡിംഗ് ആണ് കേട്ടോ. അതേപോലെ തന്നെ ഫോഗ് ലാമ്പിന്റെ ബൾബ് നമ്മൾ 3 കളർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെ കത്തുന്ന അല്ലെങ്കിൽ ഫംഗ്ഷൻ ആകുന്ന അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇതിന്റെ താഴെ മെൻഷൻ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ചെയ്ത് മാറ്റം പറഞ്ഞ ഫ്രണ്ട് നമ്പർ പ്ലേറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് ലുക്കിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ റിയറിൽ വരുമ്പോൾ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ റിയർ ഗേറ്റ് സ്പോയിലറാണ്. നിങ്ങൾ ഒരുവിധം എന്തെങ്കിലും കാണാത്ത വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്പോയിലറാണ് നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തത്. അത് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണ്. കൂടാതെ ABS പ്രൊഡക്റ്റും ഫൈബറുള്ള ABS പ്രൊഡക്റ്റ് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ നമ്പർ പ്ലേറ്റ്സ് എക്സ്പോസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റിയർ നമ്മൾ അക്രപ്പോക്കിന്റെ കാർബണിൽ വരുന്ന ഒരു ഷോർട്ട് ടിപ്പും നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി നമ്മൾ റൂഫിൽ വരുമ്പോൾ നമ്മൾ കണ്ട ഒരു ഷാർക്ക് ഫിൻ ആഞ്ചിനെയും ഒരു വണ്ടിയിൽ നമ്മൾ ഗ്ലോസി ബ്ലാക്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി നമ്മൾ ഇന്ത്യയിലാണ് നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് ചെയ്തിട്ടുള്ളത്. മെയിൻലി നോക്കുകയാണെങ്കിൽ നമ്മളൊരു ആൻഡ്രോയിഡ് ആണ്. നമ്മൾ ഡയമണ്ട് 2K സീരീസ് വരുന്ന ഒരു ആൻഡ്രോയിഡാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത്. അതുപോലെ ഒരു പാനൽ കംപ്ലീറ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഇതിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഡോർസുകളും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ റിവേഴ്സ് ക്യാമറ നോക്കുമ്പോൾ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു റിവേഴ്സ് ക്യാമിന്റെ നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ടോ. അത്യാവശ്യം നല്ല HD റിവേഴ്സ് ക്യാമറ നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേണ്ടി ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ. നമ്മൾ ഫ്രണ്ട് ലുക്കുന്നത് മെയിൻ അട്രാക്ഷൻ നമ്മൾ ഹെഡ്ലാമ്പ് യൂണിറ്റ് തന്നെ കേട്ടോ. അതുപോലെ ഹെഡ്ലാമ്പ് ബൾബ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോഗ് ലാമ്പിന്റെ ബൾബ് നമ്മൾ 3 കളർ ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി റിയറിൽ നോക്കുമ്പോൾ നമ്മൾ ഒരു ബൂട്ട് സ്പോയിലർ, വളരെ യൂണിക്കായിട്ട് ബൂട്ട് സ്പോയിലർ നമ്മൾ വണ്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഇന്ത്യയുടെ നോട്ട് ഡയമണ്ട് 2K ആൻഡ്രോയിഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിന്റെ വർക്കും കാര്യങ്ങളും അതേപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ.